നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകനായ ബെന്നി ജോസഫ് ജനപക്ഷം നടത്തിയ പ്രതികരണങ്ങളിൽ അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സംഭവത്തിൽ മൊഴി കൊടുത്ത ശേഷം അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ ലൈവിലെത്തി പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. നമസ്കാരം. നമ്മുടെ ദുരന്ത സേന അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്നും മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള കേരളത്തിലെ ദുരന്ത സേന ഒരു പരാതി കൊടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന്റെ കണക്ക് ചോദിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ സംശയം തോന്നുന്നവർ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കേസെടുക്കുന്ന ഒരു പ്രതി. നയ സന്നിധി എന്ന പുതിയ നിയമം വെച്ചിട്ട് ബെന്നി ജോസഫിനെതിരെയും കേസെടുത്തിരുന്നു. പച്ചക്ക് പറയുന്ന പ്രോഗ്രാമിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ പൈസ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൈയഴിഞ്ഞ് മനസ്സറിഞ്ഞ് വയനാട് ദുരന്തത്തിൽ ചോദിക്കണം, വയനാട് ദുരന്തത്തിൽ സഹായിക്കണം. പക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് 1 ലക്ഷമോ 10,000മോ കൊടുത്താൽ അതെവിടെ പോയെന്ന് നമുക്കറിയണം. നിങ്ങൾക്കറിയാമല്ലോ, സുനാമി വന്ന സമയത്ത് ഞാൻ സ്നേഹിക്കുന്ന വിശ്വൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സുനാമിയുടെ അഴിമതി ഇപ്പം മിണ്ടണ്ട ബെന്നി ജോസഫേ, എത്ര പേര് മരിച്ചു, ഞാൻ അത് കോട്ടയെന്ന് വെച്ചു. ഓക്കി കൊടുങ്കാറ്റ് വന്നു, നിരവധി പേർ മരിച്ചു. അന്നും മുട്ടത്തിപ്പറമ്പിലെ വിശ്വൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, കുറെ പേര് മരിച്ചതല്ലേ മിണ്ടണ്ട, മിണ്ടിയില്ല. ഓക്കി വന്നേ, നിപ്പ വന്നു, കോവിഡ് വന്നു, 2018 വെള്ളപ്പൊക്കം വന്നു, കോടികൾ വന്നു. അപ്പോഴും മുട്ടത്തിപ്പറമ്പിലെ വിശ്വൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബെന്നി നിരവധി പേർ മരിച്ചില്ലേ, ഈ സമയത്ത് അത് ചോദിക്കണ്ട. വീണ്ടും 2024 ജൂലൈ അവസാനം നമ്മുടെ സഹോദരി സഹോദരന്മാർ വയനാടിൽ ഉരുൾപൊട്ടലിൽ മരിച്ചു. വളരെ ദാരുണമായ സംഭവമാണ്. അവർക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. മലയാളികളും മനുഷ്യഹൃദയമുള്ളവർ സഹായിക്കണം, കൈയഴിഞ്ഞ് സഹായിക്കണം. മഹാസിനിമാ നടന്മാരൊന്നും 25 ലക്ഷം കൊടുത്താൽ പോരാ. അവരുടെയൊക്കെ ആസ്തി 500 കോടി 600 കോടിയാണ്. എറിഞ്ഞു കൊടുക്കണം. നമുക്കൊക്കെ ജീവനുണ്ടല്ലോ, എറിഞ്ഞു കൊടുക്കണം. പക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ കൊടുത്താൽ കൊടുക്കണം, പക്ഷെ കണക്ക് വേണം. ചത്തുപോയ MLA-മാർക്കും ചത്തുപോയ അവരുടെ ഡ്രൈവർക്കും ഇഷ്ടപ്പെട്ടവർക്കും വാരിക്കോരി കൊടുക്കാനും പാർട്ടിക്കാർക്ക് വാരിക്കോരി കൊടുക്കാനും പാർട്ടിക്കാർക്ക് കക്കാനുമുള്ളതല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം. എന്റെ ഫ്രീഡമാണ്, എന്റെ ഭരണഘടന എനിക്ക് തന്നേക്കണ അവകാശമാണ് സംസാരിക്കുക എന്നുള്ളത്. സത്യം സംസാരിക്കുക, ആരും തെളിയൊന്നും പറയാൻ പാടില്ല, ഡിഫമേഷൻ പാടില്ല. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കണം. ജനാധിപത്യം നന്നാവണമെങ്കിൽ മുഖ്യമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും DGP-നോടും കളക്ടറോടും ചോദ്യങ്ങൾ ചോദിക്കണം. തെറി പറയണം, ചോദ്യങ്ങൾ ചോദിക്കണം. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുത്താൽ അത് എവിടെ ചെലവായി എന്ന് പറയണം. ചെലവായി പോയി എന്ന് പറഞ്ഞാൽ പോലെ എവിടെ ചെലവായി എന്ന് പറയണം. ഏതായാലും സൈബർ ക്രൈം കൊച്ചിയിൽ ഞാൻ ഇന്ന് പോയി ജാമ്യം എടുത്തു. ഞാൻ ആ കേസ് കണ്ടസ്റ്റ് ചെയ്യും. ഇവിടുത്തെ ഭരണകൂടത്തിന്റെ എന്റെ അതിക്രമങ്ങൾ ഞാൻ ചോദ്യം ചെയ്തിരിക്കും. പക്ഷെ ഇവിടുത്തെ കോടതി അവിടെ ഞാൻ ബോധ്യപ്പെടുത്തും. എന്റെ പേരിൽ എന്റെ തെറ്റായ വാർത്ത കട്ട് ചെയ്ത് അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടേന് വാദി പ്രതിയാവുന്ന ഒരു കേസ് ഞാൻ ഇന്ന് സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തെറി പറഞ്ഞവര് എന്റെ ഫോട്ടോ കട്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കരുതെന്ന് അന്തം കമ്മികൾ വ്യാജ പ്രചരണം നടത്തിയവർ അകത്ത് പോകാൻ വേണ്ടി സൈബർ ക്രൈം കൊച്ചി സെല്ലിലെ SIക്ക് ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ കോപ്പി താഴെ ഇടുന്നുണ്ട്.